എന്തോ വരാൻ പോകുന്നെന്ന് എന്റെ മനസ്സ് പറയുന്നു. മറ്റാരുണ്ട് LDF അല്ലാതെ? എന്താണ് നമസ്കാരം? നമസ്കാരം. ഇതെന്താ നമസ്കാരം? ഏച്ചി എത്തിയ നമ്മുടെ അതാ സുധീർ എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. നമസ്കാരം. കുറച്ച് വൈകിപ്പോയി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സുധീർ മാഷേ ഒരു മാഷും കൂടിയാണെന്നുള്ള പ്രശ്നമല്ലോ. മാഷ് മാത്രമല്ല പ്രിൻസിപ്പളും കൂടിയായിരുന്നു അല്ലേ? അതെന്തിനാ ഇപ്പൊ ഇവിടെ പറയണേ? അതൊക്കെ മാറണമെന്ന് ഇവര് പറയുന്നു. ചോരപ്പുഴ ഒഴുകും. മാറണ്ടെന്നാണ് LDF പറയുന്നത്. നിങ്ങൾ പറയുന്നത് എന്തുകൊണ്ട് മാറണ്ട? ജനങ്ങൾക്ക് തെറ്റ് പറ്റില്ല. 10 വർഷമായില്ലേ, ഒരു അവസരം കൊടുത്തൂടെ? ഇനി പുതിയ അവസരം. പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു പോഴെ, തലക്ക് വെളിവില്ലാത്ത കുറെ മെമ്പർമാര്. ഒരു KSRTC ബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊരു 30 മുതൽ 40-45% വരെ സ്ത്രീകളാണ്. അതെ അതെ, 45% വരെ അതിനുള്ള വരവ് കുറഞ്ഞാൽ ആരാണ് ഇത് കൊടുക്കുക? സർക്കാർ കൊടുക്കുന്ന പറഞ്ഞു. സർക്കാർ ഇപ്പോഴും കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് പോകുന്നു. ഇതിന് മുന്നിലൊക്കെ എന്താ ചെയ്തുകൊണ്ടിരുന്ന? പക്ഷേ ഇതൊരു വലിയ ചോദ്യമാണ്. KSRTC സൗജന്യ യാത്ര കൊടുത്താൽ ഇപ്പോഴത്തെ ദുർബലമായ KSRTC ആകപ്പെടുവോ എന്നുള്ളതാണ് ചോദ്യം. അല്ല, ഞങ്ങളത് പയറ്റി തെളിഞ്ഞ പ്ലാനാണ് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്, അല്ലാതെ വെറുതെ കർണാടക ആഡ് ചെയ്തതല്ല. അതെ, കർണാടകയിലൊക്കെ ഓൾറെഡി അത് വിജയിച്ച പ്ലാനാണല്ലോ. ആ പറഞ്ഞവനെ കേട്ടോ വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടി. ജനങ്ങൾക്ക് മുഴുവൻ 63 ലക്ഷത്തിലേറെ ജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. 600 രൂപയല്ല, 2000 അത് 3000 ആക്കാൻ പോകുന്നു, കുടിശ്ശികയില്ലാതെ. അത് മനസ്സിലായി. 2500 ആയിരുന്നു. 500 ആക്കിയിട്ട് 3000 എന്നൊക്കെ വാഗ്ദാനം ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ സൗകര്യം. ആരാ ഇയാളെ കൊണ്ട് കടത്തിവിട്ടത്? കൃഷ്ണകുട്ടി. അയ്യോ, എന്നെ പിടിച്ച് പുറത്ത് തള്ളരുത്. അങ്ങനെയല്ല, നമ്മളെ സംബന്ധിച്ചോളം പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്നവർ. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ വെറുതെ പറയുന്നവരല്ല LDF എന്നുള്ളത് മനസ്സിലാക്കണം. അതൊരു പോരായ്മ തന്നെയാണ്. അതെ അതെ, എന്ന് എതിർ പാർട്ടിക്കാർ പറയുമെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ആദ്യമായിട്ടാണ് അഡ്വാൻസ് കൊടുക്കുന്നത്. അത് തെരഞ്ഞെടുപ്പായോണ്ടല്ലേ? തെരഞ്ഞെടുപ്പായതുകൊണ്ടൊന്നല്ല, അതിനു മുമ്പേ കൊടുക്കാൻ നമുക്ക് പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കുമായിരുന്നു. അല്ല, കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട വിഹിതമൊക്കെ നേരത്തെ സമയത്തൊക്കെ കിട്ടിയിരുന്നുവെങ്കിൽ അണ്ടനും അടവണ്ണൊക്കെ വോട്ട് ചെയ്താൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.